ഡിസംബർ 5-ാം തീയതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ ഡിസംബർ 5-ാം തീയതി 2025 ഡിസംബർ 5-ാം തീയതി റോയ് സർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അന്ന് തന്നെ എറിയേണ്ടതായിരുന്നു. പക്ഷേ സാറ് അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ED റെയ്ഡ് നടക്കാണ്, അപ്പോൾ ഇപ്പോൾ അത് എയർ ചെയ്യരുത്, ഞാൻ എൻ്റെ വൈഫിന് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവാതിരുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എയർ ചെയ്താൽ അത് ശരിയാവില്ല, ഞാൻ പറയാം, ആ സമയത്ത് എയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത് അത്രയ്ക്ക് വലിയ ഗൗരവമുള്ളൊരു കാര്യമായിട്ട് അത് ഇൻ്റർവ്യൂവറിന് തോന്നിയില്ല. അത് സാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് റോയ് സാർ പറയുന്നത്, വേണ്ട അതിപ്പോൾ ചെയ്യണ്ട, ഞാൻ പറയാം. അതായത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 15-ാം തീയതി ആയപ്പോൾ സാർ വിളിച്ച് പറഞ്ഞു അത് എയർ ചെയ്തോളൂ, കുഴപ്പമില്ലെന്ന്. അപ്പോൾ ഇയാൾ ചോദിച്ചത്രേ, സാർ ED റെയ്ഡൊക്കെ കഴിഞ്ഞോ, എല്ലാം ഓക്കെ ആയോ? അപ്പോൾ സാറ് പറഞ്ഞത്, അതൊക്കെ ടെൻഷനൊക്കെ ഇല്ലാതെ ഇരിക്കുമോ, ബിസിനസ് അല്ലേ, ഇതൊക്കെ അങ്ങനെ ഉണ്ടാകും, അതൊക്കെ നമുക്ക് ഒരു ദിവസം ഇരിക്കാം, അപ്പോൾ പറയാമെന്ന്. ശരിയെന്ന് പറഞ്ഞ ഒരു ഡേറ്റും കൊടുത്തു. നേരിട്ട് കാണുന്ന ആ സമയം ഇപ്പോൾ റോയ് സാർ പറഞ്ഞു, ഞാൻ ഒരല്പം തിരക്കിലാണ്, ഇപ്പോൾ വേണ്ട, നമുക്ക് വേറൊരു ദിവസം ഇരിക്കാമെന്ന്. അങ്ങനെ വേറൊരു ദിവസത്തേക്ക് ഡേറ്റ് കൊടുത്തു. ആ ദിവസം എത്തിയപ്പോഴും സാർ ഇതേ രീതിയിൽ തന്നെ പറഞ്ഞു, ഞാൻ അല്പം തിരക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല എന്ന്. ആ ഒരു ഇൻ്റർവ്യൂവിൽ സാർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സാറിൻ്റെ ലൈഫിൽ നടന്ന ഓരോ അച്ചീവ്മെൻറ്റ്സും പറയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നുമില്ല. 36-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു കാർ, ഒരു ലോൺ പോലും ഇല്ലാതെ ഒരു കാർ സ്വന്തമാക്കിയ ആളാണ് ഞാൻ. കാറല്ല കേട്ടോ, 36-ാമത്തെ വയസ്സിൽ ഹെലികോപ്റ്റർ സ്വന്തമാക്കിയ ആളാണ്. ഇപ്പോൾ ഒരു കാർ വാങ്ങിയാൽ പോലും എന്തൊരു സെലിബ്രേഷനാണ്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കാർ മേടിച്ചാൽ പോലും ഭയങ്കര സെലിബ്രേഷനാണ്. നമ്മുടെ പുതിയൊരു മെമ്പർ വന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. തൻ്റെ ലൈഫിനെ കുറിച്ച് അത്രയ്ക്ക് പ്രൗഡായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ സാറിന് ഇപ്പോൾ ഇതാ ഒരു മാസത്തിനപ്പുറം ഇപ്പുറം എടുത്ത് നോക്കുമ്പോൾ സ്വയം നെഞ്ചിൽ ഷൂട്ട് ചെയ്തു. നെഞ്ചിലാണ് കേട്ടോ, തലയിലാണെന്നാണ് നമ്മൾ ആദ്യത്തെ ന്യൂസിൽ അറിഞ്ഞത്. പക്ഷെ തലയിലല്ല, നെഞ്ചിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വാരിയലും ശ്വാസകോശമൊക്കെ തറച്ച് ഉള്ളിലേക്കാണ് വെടിയുണ്ട പോയിരിക്കുന്നത്. സ്പോട്ടിൽ തന്നെ പോവേണ്ടതാണ്, പക്ഷെ വണ്ടിയിൽ കയറി ആംബുലൻസിൽ കയറിയ സമയത്താണ് പോയതെന്ന് പറയുന്നു. സാറിന് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ സാറ് ടെൻഷൻ ഇല്ലെന്ന് പറയുക, അങ്ങനെ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്യക്തി അത് വരുന്നുണ്ട്. ഈ വ്യക്തിയെടുത്ത് നേരിട്ട് സാർ പറഞ്ഞൊരു കാര്യവും കൂടിയാണ്. പിന്നെ ബിസിനസ് അല്ലേ, ടെൻഷനൊക്കെ ഉണ്ടാവാതിരിക്കില്ല. ആ ഒരു ഇൻ്റർവ്യൂ ചെയ്ത ആ വ്യക്തി സാറിനെ കുറിച്ച് പറയുന്നതിൻ്റെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഡിസംബർ 5-ാം തീയതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം നേരം, ആ സമയത്ത് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൊളാബ് ചെയ്തത് അദ്ദേഹം അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ 12:30-1 മണിയൊക്കെ ആയി കാണും. വിളിച്ചിട്ട് പറഞ്ഞു, വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. റിമൂവ് ചെയ്യാൻ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ ഭാര്യ അത്യാവശ്യമായി എമർജൻസി കേസായി ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ആ മീറ്റിംഗിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിച്ചത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ട് ദയവായി ഒന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു ആ വാദത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ പറഞ്ഞതുപോലെ ആ വാദത്തിൽ കഴമ്പില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ താങ്കൾ വാദിക്കുന്ന തരത്തിൽ ആ അഭിമുഖത്തിൽ എന്തെങ്കിലും പരാമർശം വന്നിട്ടുണ്ടോ, മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ ഇത് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ എന്നെ നിരാശനാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെ അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞു. അരുൺ, ED റെയ്ഡ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് ഈ അവസരത്തിൽ അത് കൊടുത്താൽ ശരിയാവില്ല എന്നാണ് ഡിസംബർ മാസം 5-ാം തീയതി പറയുന്നത്. അന്ന് IT റെയ്ഡ് എന്നല്ല എൻ്റെ അടുത്ത് പറഞ്ഞ് ED റെയ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞ് ഡിസംബർ 15-ാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഡിസംബർ 15-ാം തീയതി അദ്ദേഹം വിളിക്കുന്നു, അരുൺ അപ്ലോഡ് ചെയ്തോളൂ, അപ്പം ഇത്ര നേരം ഇത്ര വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് എന്നും കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എന്തായി റെയ്ഡ്, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കാണുമല്ലോ എന്ന് ചോദിച്ചപ്പോ, അറിയാലോ, ED റെയ്ഡ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അറിയാലോ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാനാണ് റോയ് പറഞ്ഞത്. പിന്നീട് 2 തവണ അദ്ദേഹം സംസാരിക്കാം എന്ന് പറഞ്ഞ് സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണയും ഞാൻ പോവാൻ ഇറങ്ങുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത്, എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം, നമുക്ക് അടുത്ത തവണ ഇരിക്കാം എന്ന് പറഞ്ഞു. 2-ാം തവണയും ഒരു സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ കാണാനിരുന്നെങ്കിലും വീണ്ടും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംസാരം, അതായത് ഈ അഭിമുഖം കഴിഞ്ഞ് പിന്നീട് ഈ ഫോണിലൂടെ സംസാരിച്ച കോൺഫിഡന്റ് റോയി വളരെ എന്താ പറയാ ഊർജം കുറഞ്ഞ ഒരു ലെവലിലാണ് സംസാരിച്ചത്. അപ്പോൾ
ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമോ എന്നിപ്പോ ചോദിക്കുന്നതിൽ കാര്യമില്ല. അന്ന് തന്നെ അദ്ദേഹത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണ CJ റോയ് അങ്ങനെയല്ല. സാധാരണ സംസാരിച്ചു വരുന്ന CJ റോയ് ആ രീതിയിലല്ല ഇടപെടാറുള്ളൂ. മാധ്യമപ്രവർത്തകനായിട്ടുള്ള അരുൺ രാഘവന്റെ ആൾക്ക് പറയാനുള്ളതാണ് കണ്ടത്. ആളൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു സാറിന്റെ. അത് ഡിസംബർ 5 തീയതി ഇടുകയും ചെയ്തു. സാറിന് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാറ് കൊളാബ് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് രാത്രി വിളിച്ചിട്ട് അരുണിനോട് പറയുകയും ചെയ്തു. ഇപ്പോൾ കുറച്ച് ED റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഞാൻ എൻ്റെ വൈഫിന് വയ്യായിരുന്നു, ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് എസ്കേപ്പ് ആയത്. അപ്പോൾ ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് സാറിന് അപ്പോൾ മുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറയുന്നത് ഈ ED റെയ്ഡ് തുടങ്ങി 2-3 ദിവസമായിട്ടാണ് ഭയങ്കര ടെൻഷൻ എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ സാറിന് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് സാറിൻ്റെ ഏറ്റവും അവസാനം റീസെൻ്റായിട്ട് ഡിസംബറിൽ ഇൻ്റർവ്യൂ ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സന്തോഷിച്ച് വളരെ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന റോയിയെ മാത്രമാണ്, അല്ലെങ്കിൽ CJ റോയിയെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൽ നിന്നുമെല്ലാം മാറി മറ്റൊരു പിക്ചർ നാട്ടുകാർ കാണേണ്ടി വരും എന്ന് ഭയന്നിട്ടായിരിക്കുമോ? അതെന്താണെങ്കിലും വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തും. അത്തരത്തിലാണ് കേസിന്റെ കാര്യങ്ങൾ പോകുന്നത്. CID ആണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ആണ് ആദ്യമായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയതും ഏഷ്യാനെറ്റ് ആണ്. മുന്നോട്ട് ഇതേപോലെ തന്നെ ഗ്രൂപ്പ് സ്പോൺസറിങ് കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും റോയ് എന്ന് പറയുന്ന റോയ് സാറിനെ എല്ലാവരും മിസ് ചെയ്യും. അടുത്ത സീസൺ വരാൻ പോവാണ്. ബിഗ് ബോസിന്റെ ഫിനാലെ സ്റ്റേജിൽ നമ്മളും സാറിനെ മിസ് ചെയ്യും. അവസാനം സാറിന്റെ വേദി പങ്കിട്ടതും സാർ പറയാനുള്ള കാര്യം വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ രംഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ED റെയ്ഡ് അല്ലെങ്കിൽ IT റെയ്ഡോ, ED റെയ്ഡ് ആണെങ്കിലും IT റെയ്ഡ് ആണെങ്കിലും എന്ത് റെയ്ഡാണെങ്കിലും റെയ്ഡ് നടക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഏജൻസിയുടെ അണ്ടറിലായിരിക്കും. അവർക്കൊരു വെള്ളം വേണമെങ്കിലോ അവർക്ക് എന്ത് വേണമെങ്കിലോ എല്ലാം ഈ ഏജൻസി ആ ഉദ്യോഗസ്ഥരായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ എത്ര വലിയ പൈസ ഉള്ള ആളാണെങ്കിലും അങ്ങനെയാണ് നിയമം. സാറ് മാത്രം ഓഫീസ് റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു, സാറിൻ്റെ കയ്യിൽ ഗൺ ഉണ്ടാകുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ? കർണാടക ഗവൺമെൻറ് CIDക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും തെളിയും, നമുക്ക് സത്യം എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ സാറിൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ബോഡി തിരിച്ച് കിട്ടി. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. താൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം സൽപ്പേര് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണോ സാർ ഇങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, കടമില്ല, നല്ലൊരു ഫാമിലി ഉണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്, കോടീശ്വരൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ തൻ്റെ സൽപ്പേര് നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടായിരിക്കാം. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഇതിലുണ്ടാകാം. റിയൽ എസ്റ്റേറ്റ് അല്ലേ ബിസിനസ്, അപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലുള്ള കള്ളപ്പണങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ടാവാം. അതെല്ലാം സാറിന് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ട ഒരവസ്ഥ വരുമെന്ന് കരുതിയിട്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതെന്താണെന്നെങ്കിലും ഇപ്പോൾ അത് റോയ് സാറിന് മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് CID അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച സത്യാവസ്ഥ നമ്മുടെ മുന്നിലെത്തും. നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും